हाय एवरीवन, मैं हूँ श्वेता। हेलो एवरीवन, मैं हूँ वर्षा और आप सबका स्वागत है हमारी चैनल में। तो अभी हम दृश्यम मूवी देखेंगे, तो अगला सीन देखेंगे, तो आइए देखते हैं। ചേട്ടനായിരുന്നു. ഞാൻ കരുതി ഇന്നിന് വരില്ലാന്ന്. എങ്ങനെയുണ്ട് കളക്ഷൻ? കുഴപ്പമില്ലാന്നേ ഉള്ളൂ. 2 ദിവസമായിട്ട് മഴയല്ലേ, അതിന്റെ ഒരു ക്ഷീണുണ്ട്. ഞാൻ നാളെ മറ്റന്നാൾ ഇവിടെ ഉണ്ടാവില്ല. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. ചേട്ടൻ എങ്ങോട്ട് പോവാ? ഞാനൊരു ധ്യാനത്തിന് പോവാ. ധ്യാനത്തിനോ? ആ, റാണി കുറെ നാളായിട്ട് പറയുന്നു, ഇപ്പഴാ സൗകര്യം കിട്ടിയത്. अच्छा ये उधर जाएंगे। ജോർജ് ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേട്ടന്? എന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ചേട്ടന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ തിരിച്ചു വരുമ്പോ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടന്നില്ലെങ്കിൽ അപ്പൊ എന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടാവും. ഇപ്പൊ ഓക്കെ. ഇപ്പൊ ഓക്കെ. बट वही ना, अंदर ही अंदर क्योंकि उसने कार भी वो डाल दी ना पानी में। सब सबूत मिटा रहे हैं। सब लोग जाग रहे हैं। അറിയാതെ അച്ഛനെ വന്നില്ലേ? ओ അതൊക്കെ ഞാൻ മാറ്റി. सो स्ट्रॉन्ग रहना पड़ेगा यार। ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിട്ടില്ല. നമ്മൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടിട്ടുമില്ല. ആരാണ് വരുൺ? ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുമില്ല. ഇനി അങ്ങോട്ട് നമ്മൾ ഇങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്. ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ടെത്തിക്കും. അല്പം മുമ്പ് ഞാനത് മനസ്സിലാക്കി. ഓഫീസിൽ പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോനിച്ച എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പെരുമാറ്റത്തിൽ അസാധാരണത്വം അവനെ പോലും എന്തോ പ്രശ്നം അവന് തോന്നി. പക്ഷെ സാധാരണ രീതി ഞാൻ പെരുമാറിയപ്പോൾ അവന്റെ സംശയമില്ലാതായി. അതുകൊണ്ട് കഴിഞ്ഞതെല്ലാം മറക്കുക, ഇതിന്റെ സാധാരണ രീതിയിൽ പെരുമാറുക. ഇനി അങ്ങോട്ട് നിങ്ങൾ അറിയേണ്ടതും അറിയേണ്ടാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടാകും. അതിലറിയേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുക. അറിയാൻ പാടില്ലാത്തത് അറിയാൻ ശ്രമിക്കരുത്. നാളെ അതിരാവിലെ ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ. 2 ദിവസം ഇവിടുന്ന് മാറിയിരിക്കണം. അത് നിങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. 2 दिन के लिए बाहर जा रहे हैं। പോവാന്ന് പറഞ്ഞാൽ മതി. അതിന് ധ്യാനം ഇന്നലെ കഴിഞ്ഞില്ലേ? കുടുംബത്തോടെ ഒരു നീണ്ട യാത്രയിലാന്ന് തോന്നുന്നല്ലോ. എങ്ങോട്ടാ എല്ലാരും കൂടെ? തൊടുപുഴ വരെ ഒരു ധ്യാനത്തിന് പോവാം. എന്താ ജോർജ് കുട്ടി ചേട്ടാ ഇത്? അത് കൈ വെച്ചേ. पहचान वाला है। എന്താ सब खत्म हो गया ना यहाँ पे।
वही सबको टेंशन खाया जा रहा है ना अंदर ही अंदर, क्योंकि पहली बार ऐसा कुछ हो गया है। नर्वस भी है बहुत लड़की। പകലിലു നിലാവിൻ മടിയിലോ തെളിയുമോ അതോ കഥ തുടരുമോ? अच्छा मूवी देखने आए हैं। अभी भी वही प्लेस देख रहे हैं। हाँ, डर लगता है ना। എന്താ റാണി ഇത്? എത്ര തവണ ഞാൻ പറഞ്ഞു? മറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല ജോർജുട്ടി. നമ്മുടെ ഭയം, നമ്മുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കണം. പിന്നൊരു കാര്യം, ഇന്ന് മുതൽ നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ബില്ലുണ്ടാകണം. ഇറച്ചിയോ മീനോ പച്ചക്കറിയോ പുസ്തകമോ പെൻസിലോ എന്തായാലും. നിഴലേ നിഴലേ എവിടെ നീ എവിടെ? Connect me to cyber cell. Oh, अरे रे रे रे, वो शॉक्ड हो गई है बच्ची। മിഴികളിൽ തെളിഞ്ഞതു മുഴുവനും डर गई है वो, देखो बाबा। ഒരു കഥകളും മാഡം, വരുണിന്റെ ഫോൺ സിഗ്നൽ വെച്ച് നോക്കിയപ്പോൾ വരുൺ കേരളത്തിൽ നിന്ന് മംഗലാപുരം, ഉടുപ്പി, ഗോവ വഴി പൂനെക്കടുത്തുള്ള ഒരു കോൽഹാപൂർ എത്തിയിട്ടാണ് കാണിക്കുന്നത്. കോൽഹാപൂരിലൊരു JP ഗോവയിലും മുംബൈയിലൊക്കെ അവന് ഫ്രണ്ട്സ് ഉണ്ട്. എങ്കിലൊരു പക്ഷേ ഫ്രണ്ട്സുമായിട്ട് കമ്പനി അടിച്ച് കറങ്ങാൻ പോയതായിരിക്കണം മാഡം. इतना प्रभाकर। നിഴലേ अभी ये चुप नहीं बैठेगी क्योंकि बहुत टाइम हो गया होगा ना। എവിടെ നീ എവിടെ? നിഴലേ നിഴലേ അകലേ നീ അകലേ ഇരുളിൻ മറയിൽ അരികെ നീ ओ शायद वो कार मिलेगी।
मिल गई ओ, कार। बाहर निकाल भी दी। अब होगा, अब बोलते ना वो पूछताछ एंड ऑल। സർ സർ പേടിക്കണ്ട, വണ്ടി മാത്രമേ ഉള്ളൂ. ആരാ വണ്ടി കണ്ടത്? ഇവിടെ കുളിക്കാൻ വന്ന ചില കുട്ടികളാണ് മാഡം. കുറച്ച് ദിവസമായി തോന്നുന്നു. യെസ് മാഡം, 2-3 ആഴ്ചയെങ്കിലും ആയി കാണും. എക്സ്ക്യൂസ് മീ, ഈ കുളത്തിൽ നോക്കിയോ? നോക്കി സാർ. സാർ പ്ലീസ് റാപ്പ് ഇറ്റ് അപ്പ്. മാഡം, വരുണിന്റെ മൊബൈലിൽ നിന്നുള്ള ലാസ്റ്റ് കോൾ ഓഗസ്റ്റ് 2-ാം തീയതി രാത്രി 7:18 കൂടിയാണ്. 9645019578 എന്ന നമ്പറിലേക്ക്. ഈ സമയത്ത് ഫോൺ ഇടുക്കിയിൽ രാജാക്കാട് ഭാഗത്തുള്ള ഒരു ടവറിന്റെ റേഞ്ചിലായിരുന്നു. പിന്നീട് രാത്രി 10:15 ഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ 9:24 വീണ്ടും തൊടുപുഴ ടൗണിന്റെ റേഞ്ചിൽ വന്നു. പിന്നെ അതൊടുവിൽ മുംബൈക്കടുത്ത് കോൽഹാപൂരിൽ സ്വിച്ച് ഓഫ് ആയി. മാഡം, ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിന് പുറത്തേക്കുള്ള അന്വേഷണം തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. मोबाइल के बारे में അവസാനം സംസാരിച്ച നമ്പർ ആരുടേതാണെന്ന് കണ്ടെത്തണം. യെസ് മാഡം. മാഡം തന്ന അക്കൗണ്ട് നമ്പറിൽ നിന്നും അവസാനമായി ക്യാഷ് വിഡ്രോ ആയിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 2-ാം തീയതി രാവിലെ 10 മണിക്കാണ്. ഓഗസ്റ്റ് 2. എത്ര രൂപ എടുത്തിട്ടുണ്ട്? 20,000 രൂപ. 20,000? എന്തിനാ അവന് ഇത്രയധികം പണം? സർ, എനിക്കൊരു സംശയമുണ്ട്. 2-ാം തീയതി ഔട്ട് ഓഫ് റേഞ്ച് ആയ മൊബൈലും 3-ാം തീയതി റേഞ്ചിൽ വന്ന മൊബൈലും രണ്ടും രണ്ടാണ്. രണ്ട് വ്യത്യസ്തമായ IMEI നമ്പറുകൾ. ഒരു പക്ഷേ പുതിയ മൊബൈൽ വാങ്ങാനായിരിക്കും പണം എടുത്തത്. ഏയ്, വരുൺ മൊബൈൽ മാറ്റിട്ട് 3 മാസേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പുതിയൊന്ന് വാങ്ങാൻ ഒരു വഴിയുമില്ല. ഗീത, our son is in trouble. കെട്ടിടക്കരം ഇതെന്ന് നടക്കാനാ പറഞ്ഞേ? ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞില്ലേ? അത്രയും ദിവസം ഒന്നും ആഹാ, ഞങ്ങൾ ധ്യാനത്തിന് പോയി വന്നതിന്റെ പിറ്റേ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞാണോ? ഇതാണ് വരുൺ പ്രഭാകർ, IG ഗീതാ പ്രഭാകറിന്റെ മകൻ. ഈ പയ്യൻ മിസ്സിംഗ് ആണ്. ഈ മാസം 2-ാം തീയതി വരുൺ നമ്മുടെ ടൗണിൽ എത്തിയതായിട്ടാണ് ഫോൺ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഈ കാറാണ് വരുൺ ഉപയോഗിച്ചിരുന്നത്. ये पहचान लेगा ना क्योंकि इसने देखा था. 34. ഈ കാറാണ് മുല്ലശ്ശേരി പഞ്ചായത്തിലുള്ള പാറമടയിൽ നിന്ന് കണ്ടെത്തിയത്. भी याद कर रहे हैं. आया आया. കൊച്ചിന്റെ അസുഖം എങ്ങനെയുണ്ടാ? നല്ല കുറവുണ്ട് സാറേ. നാളെ പേര് കിട്ടും. ആ, ഭാഗ്യം. നിന്നെ ഒരു 100 രൂപ എന്നയില്ല സാർ. പിന്നെ കൊച്ചു ആശുപത്രി കിടക്കുന്നു. എവിടെ നോക്കിയേ? ഈ പോക്കറ്റ് നോക്ക്. എന്റെ സാറേ ആകെ ഉള്ളതാ ഇതാ. 20 രൂപയോ? ഒരു അര പാക്കറ്റ് സിഗരറ്റ്. വേണ്ട വേണ്ട, ഒരു വള്ളിക്കെട്ട് കേസ് വന്ന് കേറിട്ടുണ്ടാ? അതിന്റെ പുറകെ. എന്ത് കേസ്? ഓ, ഒന്നും പറയണ്ടിക്ക. ഇവിടെ അടുത്തൊരു പാറമട കുളത്തിൽ കിടന്ന് ഒരു മഞ്ഞ മാരുതി സെൻ കാറ് കിട്ടിയെന്ന്. മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില്. അതിന് ഇവിടുത്തെ പോലീസുകാർക്ക് എന്താ കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ കാറിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെന്ന് അന്വേഷിക്കാൻ IG ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. IGക്ക് അവിടെ നിന്ന് ഓർഡർ ഇട്ടാ പോരെ? പണി കിട്ടുന്നത് നമുക്കല്ലേ. എനിക്ക് മാധവൻ സാറിനാണ് അന്വേഷണ ചുമതല. പോട്ടെ എന്നാ. പതിവില്ലാതെ അതങ്ങനെ തോന്നി. സഹദേവ, വെറുതെ വേണ്ടാതെ കാണിക്കരുത്. ജോർജ് കുട്ടിയോട് നിനക്ക് ചൊരുക്കിടുന്ന കരുതി ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇവൻ എന്നാ കാറും കൊണ്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മാത്രമല്ല ഇപ്പൊ ആ കാറിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ നിന്ന് ഞെട്ടി. नहीं 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 नहीं
ഇല്ലാതായി. ഈ ജോർജ് കുട്ടിയും ഐജിയുടെ മകനും തമ്മിൽ എന്താ ബന്ധം? സർ, സഹദേവനും ജോർജ് കുട്ടിയും തമ്മിൽ അത്ര സുഖത്തിലല്ല. ഒന്നുകിൽ സഹദേവന് ഈ അവസരം ഉപയോഗിച്ച് ജോർജ് കുട്ടിയുള്ള ദേഷ്യം തീർക്കാവാം, അല്ലെങ്കിൽ ഇതൊരു തെറ്റിദ്ധാരണയായിരിക്കും. സഹദേവൻ അന്ന് കണ്ടത് ജോർജ് കുട്ടിയെ പോലെ മറ്റാരെങ്കിലും ആയിരിക്കും. അല്ലേലും ജോർജ് കുട്ടി ഒരു പാവ മനുഷ്യനാ സാറേ. ജോർജ് കുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ സഹദേവൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. സർ, ഈ മാസം 3-ാം തീയതി ഞായറാഴ്ച രാവിലെ 7:15 ഞാൻ ഇരുട്ടിത്തറ തോമാച്ചനെ വിട്ടി പാസ്. മക്കളിങ്ങി വാ. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടെ ആയിരുന്നു? തൊടുപുഴയിൽ ഒരു ധ്യാനത്തിന് പോയിരിക്കായിരുന്നു. എപ്പോഴാണ് നിങ്ങൾ തിരിച്ചു വന്നത്? പിറ്റേ ദിവസം ഞായറാഴ്ച ഏത് സമയത്ത്? വൈകിട്ട്. എവിടെയായിരുന്നു ധ്യാനം? തൊടുപുഴയിൽ. തൊടുപുഴയിൽ എവിടെ? പാറേപ്പള്ളിയിൽ. പാറേപ്പള്ളി വെച്ചായിരുന്നു ധ്യാനം. പള്ളിക്കടുത്തുള്ള ഹാളിൽ. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? അപ്പൊ പോലീസ് വരുമല്ലേ? ഉറപ്പായി. പക്ഷെ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. എത്രത്തോളം താമസിക്കുന്നുവോ അത്രത്തോളം നല്ലത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ആ ചെറുപ്പക്കാരന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല. തെളിവുകൾ ഉണ്ടാക്കാൻ അവർ ആവുന്നത് നോക്കും, പേടിപ്പിച്ച് നോക്കും, സ്നേഹത്തിൽ സംസാരിച്ച് നോക്കും. ചിലപ്പോൾ എന്നെ അമ്മയും തല്ലുമായിരിക്കും. തെളിവുകൾ കിട്ടിയില്ലെങ്കിൽ അവർ വന്ന പോലെ മടങ്ങിപ്പോകും. वही वो बोल रहे, सारी पूछताछ करेंगे और शायद मारेंगे भी, तो निकलना नहीं चाहिए अपने मुंह से. मतलब जो है वही स्टिक रहो. मतलब जो चीज बोलिए ना उस पे रहो कि 2 तारीख को हम गए थे एंड ऑल. 2 दिन बाहर गए. അച്ഛനെ അമ്മേനെ അവർ ഒരുപാട് തല്ലോ. അതോർത്ത് മൂടി പേടിക്കണ്ട. എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കും. चले. हाँ बाबा, कैसा है ना अभी 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 वो प्रॉपर टेंस्ड वाला माहौल शुरू हो गया है, क्योंकि अभी बहुत टाइम हो गया ना उसको भी. अभी पुलिस लोग भी ढूंढ रहे हैं. और जो बच्चे लोग मछली पकड़ने गया था उनको कार दिखाई दी. अभी कार भी मिल गई है. आगे सब कुछ वो देखो ना, उनकी फोटो भी बाहर, सबको बांट दिए कहाँ है कहाँ नहीं. अब मोबाइल नंबर शायद मिल गए. और अभी कैसा है ना कि डिफिकल्टी बढ़ते जाएगी, तो इसके लिए अभी वो बड़ी वाली तो सही है, ठीक है, छोटी वाली को याद रखना पड़ेगा, क्योंकि अगर कुछ हो गया तो फिर मतलब वो बच्ची है यार, उसमें उतना कहाँ सहन शक्ति होगा जितना बड़ों में होगा. बच्चे तो बोल देंगे ना, डांट के बोलेगा तो वो तो मुंह से तो डर के निकल ही जाएगा. बट अभी वही आगे देखना है कैसा होगा, क्योंकि बहुत अब तक का जितना भी था ना बहुत टेंशन वाला माहौल था. सर तो रिएक्ट नहीं करते कुछ भी. पुलिस वाले के आगे से निकल जाते. मगर मैंने बच्चे लोग की बात, फीमेल्स की बात है. एब्सोल्युटली ठीक है, हम और देखेंगे गाइस. तब तक आप हमारा चैनल देखते रहना और लाइक सब्सक्राइब शेयर कमेंट भी करना और शेयर करना अपने दोस्तों से. तो टेक केयर, बाय बाय.